ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ വിശദമായി പോകുന്നു. ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ സുപ്രീം കോടതിയുടെ ഇടപെടലുണ്ടായത് ഇന്നത്തെ പ്രധാനപ്പെട്ട ആദ്യ വാർത്തയാകുന്നു. BJP സ്ഥാനാർത്ഥി വിജയിച്ചെന്ന വരണാധികാരിയുടെ ഫലപ്രഖ്യാപനം സുപ്രീം കോടതി റദ്ദാക്കി. വീണ്ടും വോട്ടെണ്ണിയ ശേഷം ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയെ സുപ്രീം കോടതി വിജയിയായി പ്രഖ്യാപിച്ചു. ബാലറ്റിൽ കൃത്രിമം കാണിച്ച വരണാധികാരി അനിൽ മസികയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. സുപ്രീം കോടതി ജനാധിപത്യത്തെ രക്ഷിച്ചെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചു. അച്യുതൻ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, ഇന്ന് ചീഫ് ജസ്റ്റിസ് നടത്തിയ രൂക്ഷമായ വിമർശനങ്ങളുണ്ട്. കൃത്രിമം കാണിച്ച വരണാധികാരിക്ക് കാരണം കാണിക്കൽ നോട്ടീസുണ്ട്. കോടതി തന്നെ ഇടപെട്ട് ജനാധിപത്യത്തെ വീണ്ടെടുക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ അച്യുതൻ? ഉന്മേഷ്, ഈ ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആ ഹർജിയിൽ വാദം തുടങ്ങുന്ന ഘട്ടം മുതൽ തന്നെ സുപ്രീം കോടതി രൂക്ഷ വിമർശനങ്ങളാണ് ഈ വരണാധികാരിക്ക് നേരെ ഉയർത്തിയത്. ഇന്നലെ ഈ ഹർജി പരിഗണിക്കുമ്പോഴും ചൂണ്ടിക്കാട്ടിയിരുന്നു ഇത്തരം ഈ അടയാളങ്ങൾ ഈ ബാലറ്റുകളിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്, എന്ത് അധികാരം ഉപയോഗിച്ചാണ് ഈ അടയാളങ്ങൾ ഇതിൽ രേഖപ്പെടുത്തിയതെന്ന് ചീഫ് ജസ്റ്റിസ് ചോദിച്ചിരുന്നു. ഇന്ന് അതേ കാര്യം തന്നെ ചീഫ് ജസ്റ്റിസ് ആവർത്തിച്ചു. അതായത് ഈ വരണാധികാരി പറഞ്ഞത് ഈ 8 ബാലറ്റുകൾ, അസാധുവാക്കിയ 8 ബാലറ്റുകളിൽ ക്രമക്കേടുകളുണ്ട്, അതുകൊണ്ടാണ് അത് പ്രത്യേകമായി അടയാളപ്പെടുത്തിയതെന്നാണ്. പക്ഷേ സുപ്രീം കോടതി ആ ദൃശ്യങ്ങളും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും അതുപോലെ തന്നെ ഈ 8 ബാലറ്റുകളും പരിശോധിച്ചുകൊണ്ട് പറഞ്ഞു ഇതിൽ അത്തരമൊരു ക്രമക്കേടുകളൊന്നും തന്നെയില്ല. മറിച്ച് വരണാധികാരിക്ക് ഒപ്പിടാനുള്ള അവകാശമുണ്ട്, അതിനപ്പുറത്തേക്ക് ഇത്തരം അടയാളപ്പെടുത്തലുകൾ ചെയ്യാനുള്ള യാതൊരു അധികാരവുമില്ല. ഈ ചട്ടലംഘനമാണ് നടത്തിയിരിക്കുന്നതും സുപ്രീം കോടതി വ്യക്തമാക്കി. ഗുരുതര വീഴ്ച സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏൽക്കണമെന്നും ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചു. അതിനൊടുവിലാണ് ഇത്തരം രൂക്ഷ വിമർശനങ്ങൾക്കൊടുവിലാണ് ഈ 8 വോട്ടുകൾ കൂടി പരിഗണിച്ചുകൊണ്ട് ആം ആദ്മിയുടെ സ്ഥാനാർത്ഥി കുൽദീപ് കുമാറിനെ മേയർ സ്ഥാനത്ത് വിജയിച്ചതായി സുപ്രീം കോടതി പ്രഖ്യാപിക്കുന്നത്. ഒപ്പം തന്നെ ഈ വരണാധികാരിയായിട്ടുള്ള അനിൽ മസികിന് കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ട്. കാരണം കോടതി പലതവണയായി അദ്ദേഹത്തോട് ആവർത്തിച്ച് ചോദിച്ചെങ്കിലും അദ്ദേഹം ആ പറഞ്ഞ നിലപാടിൽ തന്നെ, അതായത് ഇതിലൊരു ക്രമക്കേടും നടന്നിട്ടില്ല എന്ന നിലപാടിൽ തന്നെ തുടരുകയായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു പരിഹാരം നടത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള രൂക്ഷ വിമർശനങ്ങളാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഇനി നമ്മൾ ഒരു നടപടി പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? കാരണം ഈ കൃത്രിമം കാണിച്ചു ഭരണാധികാരി എന്ന് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കുന്നുണ്ടല്ലോ. കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഒരു നടപടി അതുണ്ടാകുമോ? തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ കാണിക്കൽ നോട്ടീസ് നൽകുന്ന മറുപടി. ശരി അച്യുതൻ, അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. വരണാധികാരി കൃത്രിമം കാണിച്ചു എന്ന് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ട്. കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു നടപടി ഈ വിഷയത്തിൽ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായേക്കാം. ശക്തമായ ഇടപെടലാണ് സുപ്രീം കോടതി നടത്തിയത്. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, വന്യജീവി ആക്രമണം തുടർച്ചയായ വയനാട്ടിലേക്ക് മന്ത്രിതല സംഘം എത്തി എന്നുള്ളതാണ്. വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ 27 തീരുമാനങ്ങളാണ് സർവകക്ഷി യോഗത്തിലുണ്ടായത്. 2 ആഴ്ച കൂടുമ്പോൾ കളക്ടറുടെ അധ്യക്ഷതയിൽ ജനകീയ സമിതി യോഗം ചേർന്ന് സാഹചര്യം വിലയിരുത്തും. വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ കമാൻഡ് കൺട്രോൾ സെന്റർ തുടങ്ങും. വന്യജീവികളെ ആകർഷിക്കാൻ റിസോർട്ടുകൾ നടത്തുന്ന നീക്കങ്ങൾ ചെറുക്കാനും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. കമാൻഡ് കൺട്രോൾ സെന്റർ ആരംഭിക്കുക എന്ന ആശയം നമ്മുടെ ജില്ലയിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി നിശ്ചയിച്ചത്. 2 RRTകളും ഇവിടെ സ്ഥിര സംവിധാനങ്ങളായി മാറണം എന്ന് നിശ്ചയിച്ചു. നോഡൽ ഓഫീസറെ ഇപ്പോൾ നിയമിച്ചു. നോഡൽ ഓഫീസർക്ക് കുറെ കൂടി സ്വതന്ത്ര അധികാരവും ഓഫീസും വേണം എന്ന ഒരു പ്രശ്നം ഇന്ന് യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടു. അത് അനുഭാവപൂർണ്ണം പരിഗണിക്കും എന്ന് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി നിശ്ചയിച്ചിട്ടുണ്ട്. റിസോർട്ടുകളുടെ കാര്യം ഇവിടെ പറഞ്ഞു. റിസോർട്ടുകൾ വന്യമൃഗങ്ങളെ ആകർഷിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നത് ഒരു വലിയ പ്രശ്നമാണ് എന്ന് യോഗത്തിൽ തന്നെ ഉന്നയിക്കപ്പെടുകയുണ്ടായി. അത്തരം റിസോർട്ടുകൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടിയെടുക്കും. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ എല്ലാ റിസോർട്ടുകൾക്കും നോട്ടീസ് കൊടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. വന്യമൃഗങ്ങളെ ആകർഷിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് കൊടുക്കും. ജില്ലാതലത്തിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിനെ രൂപീകരിക്കും. എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തുടർന്ന് പരിശോധന നടത്തി വീഴ്ച വരുത്തിയിട്ടുള്ള റിസോർട്ടുകൾ അടച്ചുപൂട്ടുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്.
മന്ത്രിമാരായ AK ശശീന്ദ്രൻ, MP രാജേഷ്, K രാജൻ എന്നിവർ വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിച്ചു. വീട് സന്ദർശിച്ച മന്ത്രിതല സംഘത്തിന് നേരെ പ്രതിഷേധമുണ്ടായി. പടമലയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട്ടിലെത്തിയ മന്ത്രിമാരോട് വൈകാരികമായിട്ടാണ് ബന്ധുക്കൾ പ്രതികരിച്ചത്. ഇനി ഇങ്ങനെ സംഭവിച്ച ഒറ്റ ഒന്നിനെയും ഞങ്ങൾ വിടൂല, ഗ്യാരണ്ടി അത് പറയണം. വയനാട്ടിലെ കൃഷിക്കാർ ഇത് പറയണത്, നിങ്ങളോട് വഴക്ക് കൂടുവല്ല, വയനാട്ടിലെ കൃഷിക്കാരാണ് പറയണത്. ഇനി വയനാട്ടിലെ കൃഷിക്കാരുടെ കൃഷിഭൂമിയിൽ ഒരു കാട്ടുമൃഗം ഇറങ്ങാൻ പാടില്ല. ഒരാൾക്ക് ഇത് സംഭവിച്ചാൽ ഒന്നിനെയും ഞങ്ങൾ വിടൂല. MLA സാർ ഇതുവരെ വെടിവെക്കാൻ പറ്റിയിട്ടില്ല ഈ മനുഷ്യർ ഗവൺമെന്റിന്. മനുഷ്യർക്ക് ആർക്കാ വില ഇവിടെ? മനുഷ്യന്റെ പുല്ല് വില ഗവൺമെന്റ് കൊടുത്തേക്കുന്ന ഇവിടെ. നമ്മുടെ എഗ്രിമെന്റിന്റെ ഫണ്ടിന്റെ അല്ല പിന്നെ വനമന്ത്രി സഭയെ പറഞ്ഞായിരുന്നു വനം സംരക്ഷിക്കാം, വന്യമൃഗത്തെ സംരക്ഷിക്കാം. മാനന്തവാടി രൂപതാ ബിഷപ്പ്മാർ ജോസ് പൊരുന്നേടം, മലബാർ ഭദ്രാസനാധിപൻ മോർ സ്റ്റെഫാനോസ് ഗീവർഗീസ് മെത്രാപ്പൊലീത്ത എന്നിവരുമായി മന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തി. സർവകക്ഷി യോഗം ബഹിഷ്കരിച്ച UDF-നെ മന്ത്രി MP രാജേഷ് വിമർശിച്ചു. കൂടുതലൊന്നും പറയുന്നില്ല, വളരെ നിർഭാഗ്യകരമായി പോയി. റവന്യൂ മന്ത്രി ഇവിടെ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ യോഗത്തിലെ ആവശ്യമായിരുന്നു മന്ത്രിതല സമിതി വയനാട് സന്ദർശിക്കണമെന്നത്. ആ ആവശ്യത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് അത് അംഗീകരിച്ചത്, ഞങ്ങളിവിടെ വന്നത്. അപ്പോൾ അവരുന്നയിച്ചൊരാവശ്യം സർക്കാർ ഗൗരവത്തിലെടുത്തു, ഈ യോഗം ചേർന്നു. അത് ഇറങ്ങിപ്പോയത്, ബഹിഷ്കരിച്ചത് എന്തൊരു സന്ദേശമാണ് താഴത്തേക്ക് കൊടുക്കുക? ഇത്ര വലിയൊരു പ്രശ്നം വന്നാലും കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്കാണ് മുൻഗണന കൊടുക്കുന്നത് എന്ന് വരുന്നത് ജനങ്ങളെ നിരാശരാക്കും. അതുണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു എന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞത്, നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിത്. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. വയനാട് കളക്ടറേറ്റിന് മുന്നിൽ UDF-ന്റെ രാപകൽ സമരം നടക്കുന്നുണ്ട്. മന്ത്രിസംഘത്തിന് നേരെ യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. വന്യമൃഗശല്യം തുടർക്കഥയായ സാഹചര്യത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് നാളെ വയനാട് സന്ദർശിക്കും. സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. സുർജിത്ത്, ഈ മന്ത്രിതല സംഘം എത്തുന്നു, സർവകക്ഷി യോഗം ചേരുന്നു, തീരുമാനങ്ങളൊക്കെ വരുന്നുണ്ട്. അതെങ്ങനെ ഫലപ്രദമായി നടത്തിക്കൊണ്ടുപോകുമെന്നത് അപ്പോഴും ഒരു ചോദ്യമല്ലേ സുർജിത്ത്? നാളെ കേന്ദ്രമന്ത്രി കൂടി വരികയാണല്ലോ വയനാട്ടിലേക്ക്. തീർച്ചയായും ഉന്മേഷ്, ഇന്ന് രാവിലെയാണ് 3 മന്ത്രിമാരടങ്ങുന്ന സംഘം ഇവിടെ യോഗത്തിന്റെ ഭാഗമായി എത്തിയത്. എത്തിയ ഘട്ടത്തിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് ലീഗ് പ്രവർത്തകരും ഇവർക്കെതിരെ, മന്ത്രിമാർക്കെതിരെ പ്രതിഷേധവുമായി കരിങ്കൊടി പ്രകടനവുമായി രംഗത്തെത്തി. ഒരു ഭാഗത്ത് രാപ്പകൽ സമരം UDF-ന്റെ ഭാഗത്ത് നിന്ന് നടന്നു വരികയാണ് കളക്ടറേറ്റിന് മുന്നിൽ. അത്തരത്തിൽ പ്രതിഷേധത്തിന്റെ ഇടയിലാണ് സർവകക്ഷി യോഗം തുടങ്ങിയത് തന്നെ. സർവകക്ഷി യോഗം തുടങ്ങിയ ആദ്യഘട്ടത്തിൽ തന്നെ നിലപാട് വ്യക്തമാക്കി T സിദ്ദിഖ് MLA-യും IC ബാലകൃഷ്ണൻ MLA-യും പുറത്തു വന്നു. യോഗം ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ് എന്നുള്ള അറിയിപ്പ് നൽകി. ഇതുമായി ബന്ധപ്പെട്ട് AK ശശീന്ദ്രനുമായി അദ്ദേഹം ഇരിക്കുന്ന ഒരു യോഗത്തിൽ ഇരിക്കാൻ സന്നദ്ധരല്ല, പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ എന്നുള്ള ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചത്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് എത്തണം എന്നുള്ള ആവശ്യമാണ് ഇവർ പ്രധാനമായും ഉന്നയിച്ചത്. ഇതിനുശേഷം ഇറങ്ങി വന്നു. പിന്നീടാണ് ഈ ജനപ്രതിനിധികളുമായി ഉള്ള യോഗം നടന്നത്. അതിലും UDF-ന്റെ അധ്യക്ഷന്മാർ, അതായത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ത്രിതല പഞ്ചായത്തിലെ UDF-ലെ വരുന്ന അധ്യക്ഷന്മാർ എല്ലാവരും ബഹിഷ്കരിച്ച് ആ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോരുന്ന നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ ചില തീരുമാനങ്ങൾ ഉച്ചയോടുകൂടിയുള്ള വാർത്താ സമ്മേളനത്തിൽ MP രാജേഷും അതോടൊപ്പം തന്നെ K രാജനും വ്യക്തമാക്കിയുണ്ടായി. അവർ പറഞ്ഞ കാര്യങ്ങൾ ചിലത് ആശാവഹമായ, വയനാടിനെ സംബന്ധിച്ച് വന്യജീവി ശല്യത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതീക്ഷ പകരുന്ന ചില കാര്യങ്ങളാണ്. അതിൽ വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു കമാൻഡ് കൺട്രോൾ സെന്റർ ആരംഭിക്കുമെന്നുള്ളതാണ്. ആ കമാൻഡ് കൺട്രോൾ സെന്റർ വഴിയായിരിക്കും ഈ ജനങ്ങൾക്ക് നൽകുന്ന അറിയിപ്പ് ഈ വന്യജീവി ശല്യമായി ജനങ്ങൾക്കും അറിയിക്കാനുള്ള ഒരു സംവിധാനം എന്നുള്ളതിൽ അത് പ്രവർത്തിക്കും. ഒപ്പം തന്നെ ഇപ്പോൾ നിലവിൽ ഒരു RRT മാത്രമാണ് ഈ ജില്ലയിലുള്ളത്. അത് 2 RRTകൾ കൂടി സ്ഥിരപ്പെടുത്തുന്ന നടപടിയിലേക്ക് കിടക്കും. മാത്രമല്ല നോഡൽ ഓഫീസറെ നിയമിക്കാൻ വേണ്ടി പോകുന്നു. ആ നോഡൽ ഓഫീസർക്ക് ഒരു സ്വതന്ത്രമായ ഓഫീസും സ്വതന്ത്രമായ അധികാരവും നൽകുന്ന വിധത്തിൽ, തീരുമാനങ്ങൾ എടുക്കാവുന്ന വിധത്തിൽ ഒരു നടപടിയിലേക്ക് എത്തിക്കാനുള്ള വിധത്തിലുള്ള ഒരു നോഡൽ ഓഫീസർ, അത്തരം നിയമപരമായി തന്നെ അത് നിലനിൽക്കുന്ന വിധത്തിൽ ഒരു നോഡൽ ഓഫീസറെ നിയമിക്കും. അത്തരത്തിൽ നിരവധി തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. മാത്രമല്ല ജനകീയ സ്വഭാവത്തിലായിരിക്കും, അതായത് ജനകീയ പങ്കാളിത്തോടുള്ള സമിതികൾക്കായിരിക്കും ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള
ചെയ്യാനുള്ള അത്തരത്തിലൊരു പവർ നൽകുന്ന വിധത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അധ്യക്ഷയായി ജില്ലാ കളക്ടറാവും പ്രവർത്തിക്കുക. എന്തായാലും മന്ത്രിമാരുടെ സന്ദർശനത്തെ ആശാവഹമായി തന്നെയാണ് വയനാട് കാണുന്നത്. നാളെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി കൂടി ഇവിടേക്ക് എത്തുന്നു. സ്വാഭാവികമായും ഇതൊരു ദേശീയ തലത്തിൽ തന്നെ ഈ വിഷയത്തിൽ പരിഹാരം ഏതായാലും മന്ത്രിതല സമിതി എത്തുന്നു. പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്. സുജിത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ന് സംഭവിച്ചതിലേക്ക് തിരികെ ഇപ്പോൾ വരുന്ന ഒരു വാർത്തയാണ്. ചാവക്കാട് ഉത്സവത്തിനിടെ 2 ആനകൾ ഇടഞ്ഞു. 4 പേർക്ക് പരിക്കേറ്റു. ഇടഞ്ഞ ആനകളിൽ ഒന്നിനെ ഏറെ നേരത്തിന് ശേഷമാണ് തളയ്ക്കാൻ കഴിഞ്ഞത്. സൂരജ് സജ്ജുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? വാർത്തയിലേക്ക് എത്താം. തൊടുപുഴ കോപ്പറേറ്റീവ് ലോ കോളേജിലെ വിദ്യാർത്ഥി സമരത്തിൽ ഇടപെട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച പുരോഗമിക്കുകയാണ്. ഇന്റേണൽ മാർക്ക് വിഷയത്തിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം പിൻവലിച്ചു. എന്നാൽ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വിദ്യാർത്ഥികൾ. വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ 15ഓളം പേർ കോളേജ് കെട്ടിടത്തിന്റെ മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കി. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് 2 വിദ്യാർത്ഥികളെ ആശുപത്രിയിലേക്ക് മാറ്റി. ആ എഴുതുന്ന ലെറ്റർ ഇവരെ കാണിച്ചു കൊടുക്കാം. മറിച്ചാണോ ഞങ്ങൾ എഴുതുന്നതെന്ന് അറിയാൻ കാണിച്ചു കൊടുക്കാമെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യത്തിന് യാതൊരു വ്യത്യാസമില്ല. ഇവര് കാണിച്ചത് ഞാൻ പറഞ്ഞത് തന്നെ. ആ കാര്യത്തിന് യാതൊരു വ്യത്യാസമില്ല. പെശക് പറ്റി അത് തിരുത്തും. ഒരു ഇന്റേണൽ മാർക്കിന്റെ കാര്യത്തിൽ നമുക്കൊരു പെശക് സംഭവിച്ചിട്ടുണ്ട്. അത് തിരുത്തി ഇവരെ ബോധ്യപ്പെടുത്തും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും. മാർക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് വിഷയങ്ങൾ ഉണ്ടായത്. അമിത മാർക്ക് ദാന വിവാദത്തിലാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയായിരുന്നു. അവരെ സസ്പെൻഡ് ചെയ്തു. മാനേജ്മെന്റ് നടപടിയെടുത്തു. അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. രാഹുൽ വിജയൻ ചേരുന്നുണ്ട്. ഇപ്പോൾ രാഹുൽ, പ്രശ്നപരിഹാരമായോ? പ്രശ്നപരിഹാരമായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും ഈ വിദ്യാർത്ഥികൾ ഈ കെട്ടിടത്തിന്റെ മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കുകയാണ്. അവർ ആ സൈഡിൽ നിന്ന് ഒരല്പം അകത്തേക്ക് മാറിയിരുന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥി പ്രതിനിധികൾ കോളേജ് മാനേജ്മെന്റുമായിട്ടും അതുപോലെ തന്നെ പോലീസ് ഒക്കെയായി ചർച്ച നടത്തുന്നുണ്ട്. പക്ഷേ അതൊന്നും ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരുടെ സസ്പെൻഷൻ, നിലവിൽ 7 കുട്ടികളെ സസ്പെൻഡ് ചെയ്തിരുന്നു. ആ സസ്പെൻഷൻ എന്തായാലും പിൻവലിച്ചിട്ടുണ്ട്. പക്ഷേ ആ സസ്പെൻഷൻ പിൻവലിച്ചതുകൊണ്ട് കാര്യമില്ല. ഈ കോളേജ് പ്രിൻസിപ്പാൾക്കെതിരെ നടപടി ഉണ്ടാവണം. കോളേജ് പ്രിൻസിപ്പാളിനെയും സസ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യമാണ് ഇവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. അല്ല എങ്കിൽ ഈ കുട്ടികൾക്കെതിരെ വീണ്ടും പ്രതികാര നടപടി ഉണ്ടായേക്കാം എന്നുള്ളൊരു കാര്യമാണ് ഈ കുട്ടികൾ പറയുന്നത്. എന്തായാലും പ്രതിഷേധം അവസാനിപ്പിക്കാൻ തയ്യാറല്ല. ഈ മാർക്ക് വിവാദമാണ്. അതായത് അനധികൃതമായിട്ട് ഇന്റേണൽ മാർക്ക് ഒരു കുട്ടിക്ക് മാത്രം കൊടുത്തു എന്നുള്ളതാണ് ഈ ഒരു പ്രതിഷേധത്തിന് കാരണം. അത് കഴിഞ്ഞ 4 ദിവസമായി കോളേജിൽ പല വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഈ കോളേജ് പ്രിൻസിപ്പാളിന്റെ റൂം ഉൾപ്പെടെ ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് 7 കുട്ടികൾക്കെതിരെ പലവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, അതായത് ഈ മാർക്ക് ദാനം നടന്നു എന്ന് ആരോപിക്കുന്ന കുട്ടിക്കെതിരായി ഫേസ്ബുക്കിലും അതുപോലെ തന്നെ മറ്റ് പത്രമാധ്യമങ്ങളിൽ ഉൾപ്പെടെ പരാതി കൊടുത്തു അല്ലെങ്കിൽ വാർത്ത കൊടുത്തു എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് റാഗിംഗ് ഉൾപ്പെടെയുള്ള കാരണങ്ങൾ നിരത്തിയാണ് ഈ കുട്ടികൾക്കെതിരെ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചത്. അതെന്തായാലും ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട്. പക്ഷേ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഈ കെട്ടിടത്തിന്റെ മുകളിൽ കുട്ടികൾ ഇപ്പോഴും ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. ശരി രാഹുൽ, പ്രതിഷേധം ഇപ്പോഴും തുടരുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കൂടി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയോട് 5 ചോദ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. CMRL കൂടാതെ മറ്റേതൊക്കെ കമ്പനികൾ എക്സാലോജിക്കിന് മാസപ്പടി നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം എന്നാണ് ആവശ്യം. അത്തരം കമ്പനികൾക്ക് നികുതി ഇളവ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകിയോ എന്നും വി ഡി സതീശൻ ചോദിച്ചു. 5 ചോദ്യവും ഈ അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടിൽ നിന്നും അവർ രേഖകൾ പരിശോധിച്ചതിൽ നിന്നും കർണാടക ഹൈക്കോടതിയുടെ വിധിയിൽ നിന്നും, അവിടേക്കാണല്ലോ പോയത് കർണാടക ഹൈക്കോടതി, ആ വിധിയിൽ നിന്നും ഉയർന്നു വന്ന 5 സുപ്രധാനമായ ചോദ്യങ്ങളാണ്. ഇവർ തമ്മിലുള്ള ഈ 3 വർഷമായി ഈ സംഭവം അറിഞ്ഞിട്ടും ED അന്വേഷണം എന്തുകൊണ്ട് മരവിപ്പിക്കപ്പെട്ടു, എന്തുകൊണ്ട് മൂടിവെക്കപ്പെട്ടു, എന്ത് ധാരണയാണ് കേന്ദ്ര സർക്കാരുമായിട്ട് സംസ്ഥാന CPM നേതൃത്വം ഉണ്ടാക്കിയത് ഉൾപ്പെടെയുള്ള സുപ്രധാനമായ ചോദ്യങ്ങൾ. നമുക്കെല്ലാം അറിയാവുന്നത് CMRL ആണ്. CMRL ഇപ്പോൾ വെറും ഒരു കമ്പനിയായി മാത്രം മാറുകയാണ്. നിരവധി കമ്പനികളാണ്, നിരവധി സ്ഥാപനങ്ങളാണ് ഈ അക്കൗണ്ടിലേക്ക് മാസപ്പടിയായി പണം അയച്ചിട്ടുള്ളത്. ആ കമ്പനികൾ ഏതൊക്കെയാണ്, എന്ത് സൗകര്യമാണ് ഈ പണം അയച്ചതിന് പകരമായി സംസ്ഥാന സർക്കാർ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ളത്? ഇതിനിടെ തോട്ടപ്പള്ളിയിൽ നിന്ന് മണൽ ഖനനത്തിന് അനുമതി നൽകിയത് തുച്ഛമായ തുകയ്ക്കെന്നും മുഖ്യമന്ത്രിയുടെ മകൾ വീണ തനിക്കെതിരെ നൽകിയ കേസിന് നിയമപരമായി നേരിടുമെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന് വരുമാനമുണ്ടാകേണ്ട ഒരു കാര്യത്തെ
KMML പോട്ടെ, അവരൊരു പൊതുമേഖലാ സ്ഥാപനം, അവർ ഇൻട്രസ്റ്റ് സംരക്ഷിച്ചു. KMML and the Industry Department, KSADC, refused to increase the offered rate. അവർ പറഞ്ഞിട്ടുള്ള അടിസ്ഥാന വില കൊടുക്കുവാൻ അവിടെ തടസ്സം നിന്നത് KSADC ആണ്. ഈ ഓർഡറിൽ കൃത്യമായി കാണുന്നുണ്ട്. കൃത്യമായി ഈ ഏജൻസികൾക്ക് വില കുറച്ച് മണലെത്തിക്കുന്നതിൽ KSIDC നിർണായക പങ്ക് വഹിച്ചു. എവിടെയൊക്കെ കരിമണൽ ആയി ബന്ധപ്പെട്ട ഡീലിംഗ്സ് നടന്നിട്ടുണ്ടോ ആ മിനിറ്റ്സിലെല്ലാം KSIDCയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. വിഷ്ണു സുരേഷിന്റെ വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുന്ന കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വരികയാണല്ലോ വിഷ്ണു. ഉന്മേഷ്, നേരത്തെ മാസപ്പടിയുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ ഒറ്റയ്ക്കാണ് പോരാട്ടം നടത്തിയിരുന്നെങ്കിൽ ഇന്ന് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് കൂടി ശക്തമായി രംഗത്തെത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരെ ചോദ്യശരങ്ങൾ ഉയർത്തുന്നു. 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രിക്കെതിരെ ഈ CMRLുമായി ബന്ധപ്പെട്ട് മകളുടെ കമ്പനിക്കെതിരെ ഉയർന്ന വിവാദവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് 2021 ആരംഭിച്ച ഈ അന്വേഷണം അതെന്തുകൊണ്ട് മൂടിവെച്ചു? അത് മൂടിവെക്കാൻ സഹായിച്ചത് BJPക്കാരാണ്, അവരുടെ ഇടനിലക്കാരാണോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നു. അതോടൊപ്പം CMRLന് പുറമെ എക്സാലോജിക്കിലേക്ക് നിരവധി പേർ ഈ മാസപ്പടി ഇനത്തിൽ തുക കൈമാറിയിട്ടുണ്ടെന്ന് കണ്ടെത്തലുകളുണ്ട്. ആ കമ്പനികൾ ഏതെല്ലാമാണ്? അങ്ങനെ കമ്പനികൾ ഉണ്ട് എങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ നികുതി ഇളവുകൾ നൽകിയിട്ടുണ്ടോ എന്ന് ഗുരുതരമായ ഒരു ചോദ്യവും കണ്ടെത്തലുമായി VD സതീശൻ മുന്നോട്ട് വെക്കുന്നു. ഒപ്പം എംപവർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനിയിൽ നിന്ന് എക്സാലോജിക്ക് വായ്പ എടുത്തിട്ടുണ്ട്, ഗണ്യമായ തുക വായ്പ എടുത്തിട്ടുണ്ട്. ആ തുക എങ്ങോട്ട് പോയി എന്നുള്ള ചോദ്യവും നിലവിൽ VD സതീശൻ ഉന്നയിക്കുന്നു. ശക്തമായ രീതിയിൽ തന്നെ ഈ വിഷയങ്ങൾ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയും CPIM-നെതിരെയും ഉയർത്താൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അത് മാത്യു കുഴൽനാടൻ മാത്രം ഏറ്റെടുത്തു എന്നൊരു വിമർശനം പൊതുസമൂഹത്തിൽ നിന്ന് വരുന്നു. കോൺഗ്രസിന്റെ ഭാഗത്ത് മറ്റ് പിന്തുണകൾ മാത്യു കുഴൽനാടന് ലഭിക്കുന്നില്ല എന്നൊരു വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് ഇപ്പോൾ VD സതീശൻ തന്നെ പരസ്യമായി മുഖ്യമന്ത്രിക്കെതിരെ, മകൾക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നു. ഉന്മേഷ്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. നേരത്തെ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി. ചാവക്കാട് ഉത്സവത്തിനിടെ 2 ആനകൾ ഇടഞ്ഞു, 4 പേർക്ക് പരിക്കേറ്റു. ഇടഞ്ഞാനകളിൽ ഒന്നിനെ ഏറെ നേരത്തിന് ശേഷമാണ് തളയ്ക്കാനായത്. സൂരജ് സജ്ജിയുടെ വിവരങ്ങളുമായി ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ബ്ലാങ്ങാട് ബീച്ചിന് സമീപത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആനകളാണ് ഇത്തരത്തിൽ ഇടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വൈകുന്നേരം 4 മണിയോടുകൂടിയായിരുന്നു സംഭവം. എഴുന്നള്ളിപ്പിനായി ആനകളെ വരി നിർത്തുന്ന സമയത്ത് കൊമ്പൻ കൊണാർക്ക് കണ്ണൻ, അതുപോലെ തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന മീനാട് കേശു എന്ന ആനയെ കുത്തുകയായിരുന്നു. ഈ ആനയുടെ തലയ്ക്ക് പിന്നിൽ കൊമ്പുകൊണ്ട് കുത്തുകയും പിന്നീട് ഈ പരിഭ്രാന്തിപ്പെട്ട് മീനാട് കേശു എന്ന ആന ഇടഞ്ഞോടുകയുമായിരുന്നു. ഈ സമയത്ത് ആനപ്പുറത്തുണ്ടായിരുന്ന ആളുകളാണ് വീണത്. ഇതിൽ 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ മീനാട് കേശു എന്ന് പറയുന്ന ആനയെ ഏറെ പ്രയാസപ്പെട്ടാണ് പിന്നീട് തളയ്ക്കുന്നത്. 1 മണിക്കൂറോളം നേരം ഈ ആന ക്ഷേത്രത്തിന് ചുറ്റും മറ്റു പ്രദേശങ്ങളിലുമെല്ലാം പരിഭ്രാന്തി പരത്തി ഓടുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് പാപ്പാന്മാർ ഇടപെട്ട് ഈ ആനയെ നിയന്ത്രിക്കുകയായിരുന്നു. പക്ഷേ ഈ കൊണാർക്ക് കണ്ണൻ എന്ന ആനയാണ് ഈ കേശു എന്ന ആനയെ കുത്തുന്നത്. പക്ഷേ ആ ആനയെ ആ സമയം തന്നെ പാപ്പാന്മാർ ഇടപെട്ട് നിയന്ത്രിക്കുകയും അനുനയിപ്പിച്ച് പിന്നീട് ഈ ക്ഷേത്ര മൈതാനിയിൽ നിന്ന് മാറ്റുകയുമാണ് ചെയ്തത്. പക്ഷേ ഈ മീനാട് കേശു എന്ന് പറയുന്ന ആന ഏറെ പരിഭ്രാന്തിപ്പെട്ട് ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് ആനപ്പുറത്തുണ്ടായിരുന്ന 4 പേർ, അതായത് കൊടുങ്ങല്ലൂർ സ്വദേശിയായിട്ടുള്ള ശ്രീജിത്ത്, വടക്കാഞ്ചേരി സ്വദേശിയായിട്ടുള്ള അഭിഷേക് എന്നിവർക്കാണ്, അങ്ങനെ തുടങ്ങി 4 പേർക്കാണ് പരിക്കേറ്റത്. ഉന്മേഷ്. സൂരജ് സജ്ജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കർഷക സമരം ഇപ്പോഴും തുടരുന്നുണ്ട്. ഡൽഹിയിലേക്ക് നീങ്ങാൻ 2ഉം കൽപ്പിച്ച് കർഷകർ. പോലീസിന്റെ ബാരിക്കേഡ് നിയന്ത്രണത്തെ മറികടക്കാൻ പ്രത്യേകം സജ്ജമാക്കിയ ട്രാക്ടറുകൾക്ക് പുറമെ സുരക്ഷാ കവചമൊരുക്കിയ JCBകൾ ശംഭുവിലെത്തി. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ നിന്ന് നിതിൻ അംബുജൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ തള്ളിയതോടെ കർഷകർ ഡൽഹിയിലേക്ക് പോകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 11 മണിക്കാണ് ശംഭുവിൽ നിന്ന് കർഷകർ ഡൽഹിയിലേക്ക് നീങ്ങുക. പോലീസിന്റെ നിയന്ത്രണങ്ങൾ മറികടക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ശംഭുവിൽ കർഷകർ ഇന്ന് തയ്യാറെടുത്തു. ഡൽഹിയിലേക്ക് പോകുമ്പോൾ പോലീസിന്റെ നിയന്ത്രണങ്ങൾ മറികടക്കാൻ പാകത്തിലുള്ള JCB ഇപ്പോൾ ഇവിടെ ശംഭു അതിർത്തിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയ ഒരു JCBയാണ് ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. പോലീസിന്റെ ബാരിക്കേഡുകളെല്ലാം തന്നെ അത് മറികടക്കാൻ പാകത്തിലുള്ള സംവിധാനങ്ങൾ ഈ JCBയിൽ, പ്രത്യേകം തയ്യാറാക്കിയ JCBയിൽ ഇവിടെ കർഷകർ ഒരുക്കിയിട്ടുണ്ട്. നാളെ രാവിലെ 11 മണിക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസും തമ്മിലൊരു ഏറ്റുമുട്ടലുണ്ടാകും.
അതിന്റെ എല്ലാം തന്നെ ഭാഗമായി പോലീസിന്റെ കോൺക്രീറ്റ് ബാരിക്കേഡുകളും മുള്ളുവേലി സ്ഥാപിച്ചതും അതോടൊപ്പം തന്നെ കണ്ണീർ വാതക ഷെല്ലുകൾ കൂടാതെ റബ്ബർ ബുള്ളറ്റിന് ആക്രമണം ഇതെല്ലാം തന്നെ മറികടക്കാൻ പാകത്തിലുള്ള സർവ്വസന്നാഹവുമായി തന്നെയാണ് കർഷകരും തയ്യാറെടുത്തിരിക്കുന്നത്. പലതരത്തിലുള്ള ചർച്ചകൾ അത് പരാജയപ്പെട്ടു. ഇതിനെ തുടർന്നാണ് നാളെ രാവിലെ 11 മണിക്ക് ഡൽഹിയിലേക്ക് പോകുമെന്ന് കർഷകർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും JCB അടക്കം ഇവിടെ സജ്ജമാക്കിക്കൊണ്ട് രണ്ടും കൽപ്പിച്ച് തങ്ങളും ഉണ്ടെന്ന പ്രഖ്യാപനം തന്നെയാണ് കർഷകരുടെ ഭാഗത്തും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കൽ ദില്ലി ജായേഗാ? हाँ जी हाँ जाएंगे, पूरा तैयार है? पूरा तैयारी है, तो आपके सामने जो है, आपके सामने है जो है। इसके लिए ये वाला JCB इधर आया? हाँ जी हाँ, 2 हैं, एक और खड़ा है उधर खड़ा है। अच्छा, दो है? हाँ, लोहा है, लोहा टायर के गोली मत मारे हो, टायर पे गोली मारते हैं ना वो। ശംഭു അതിർത്തിയിൽ ഒന്നിലധികം JCBകളാണ് ഇത്തരത്തിൽ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഇനിയുള്ള മണിക്കൂറുകൾ സർക്കാരിന്റെ ഭാഗത്തും അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ കർഷകർ ഡൽഹിയിലേക്ക് പോകുമെന്ന പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി തന്നെയാണ് കൂടുതൽ ട്രാക്ടറുകൾ പഞ്ചാബിലെ വിവിധ മേഖലകളിൽ നിന്ന് ഇവിടെ എത്തിക്കുകയും കൂടുതൽ കർഷകരും എത്തിയിരിക്കുന്നത്. പലതരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയ ട്രാക്ടറുകളും എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ പോലീസിന്റെ എന്തൊക്കെ നിയന്ത്രണങ്ങളുണ്ടോ അതെല്ലാം മറികടന്ന് തങ്ങൾ ഡൽഹിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് കർഷകർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശംഭു അതിർത്തിയിൽ നിന്ന് സന്ദീപ് മാലിക്കിനൊപ്പം നിതിൻ അംബുജൻ, 24. സംഭവിച്ചത് പൂർത്തിയാകുന്നു.